വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് തൃശ്ശൂരിൽ നിന്ന്. അതിലേക്ക് നമ്മൾ പോവുകയാണ്. തൃശ്ശൂർ കുന്നംകുളം പാറയമ്പാടത്ത് നിയന്ത്രണം വിട്ട ഒരു സ്വകാര്യ ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുണ്ടായ ഒരു അപകടം. അതിലൊരു മരണം സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിദ്യാർത്ഥിനിയായ റിയ ഫാത്തിമയാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 9 പേർ ചികിത്സയിലുണ്ട്. അത്യന്തം ഭയമുണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. നിയന്ത്രണം വിട്ടുകൊണ്ട് ഇടിച്ചു കയറുകയാണ്. ആ വഴിയിലുണ്ടായിരുന്ന വാഹനങ്ങളെ എല്ലാം ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ബസ് ഉള്ളിലേക്ക് കയറുന്നത്. ഉൾപ്പെടെ 5 വാഹനങ്ങളിൽ ആ ബസ് ഇടിക്കുന്നുണ്ട്. വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ച ബസ് റോഡരികിലെ വീടിന്റെ മതിൽ ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുകയാണ്. ജെയ്സൺ ചാമോളപ്പിലി വാർത്തയുടെ വിവരങ്ങൾ നൽകും. ജെയ്സൺ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എപ്പോൾ സംഭവിച്ച അപകടമാണ്? ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ ആളുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? ഇവർക്ക് ചികിത്സയിലാണോ ഇപ്പോൾ ഉള്ളത്? പറയൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാം ഇതേപോലെ തന്നെ നിയന്ത്രണം വിട്ട് മറിയുന്ന, ഇടിച്ച് തകരുന്ന ഒരു ബസിന്റെ ദൃശ്യങ്ങൾ നാം കണ്ടിരുന്നു. സമാനമായ ദൃശ്യമാണിപ്പോൾ നാം വീണ്ടും കാണുന്നത്. അത് കുന്നംകുളത്താണ്. അതും എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് എന്നതാണ്, സ്വകാര്യ ബസ്സാണ് എന്നതാണ്. ഇത്തരത്തിലുള്ള ബസ്സുകൾ അമിത വേഗതയിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൃശ്യങ്ങൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട്. കുന്നംകുളത്ത് നഗരത്തിനോട് ചേർന്ന പാറയമ്പാടത്താണ് ബസ് നിയന്ത്രണം വിട്ട് 4 വാഹനങ്ങൾ ഇടിച്ച് വീട്ടുമതിലും തകർത്ത ശേഷമാണ് നിൽക്കുന്നത്. 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിനി റിയ ഫാത്തിമ, കാറിൽ സഞ്ചരിച്ചിരുന്ന റിയ ഫാത്തിമയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 സംഭവം ഉണ്ടാകുന്നത്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ താഴത്തെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള വീടിന് സമീപത്തേക്കാണ് ഇടിച്ചു കയറുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അമിത വേഗത്തിലായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തേക്ക് മാറുകയാണ്. എതിർവശത്തോടുകൂടെ സുരക്ഷിതമായി ഓടിച്ചിരി വരികയായിരുന്നു സ്വിഫ്റ്റ് കാർ, അതുപോലെ തന്നെ ഒരു വാൻ, ഓട്ടോറിക്ഷ, ബൈക്ക് എല്ലാം കടന്നു പോകുന്നതിനിടെ എതിർവശത്തേക്ക് അമിത വേഗത്തിൽ വന്ന് ഈ വാഹനങ്ങളെല്ലാം ഇടിച്ചു തെറിപ്പിച്ച ശേഷം സമീപത്തെ വീടിന്റെ മതിലും തകർത്ത ശേഷമാണ് ബസ് നിൽക്കുന്നത്. ഇതിലാണ് 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. 3 പേരുടെ നില ഗുരുതരമാണ്. അതിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ചെറിയ വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നവർക്കാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. ബസ്സിൽ യാത്ര ചെയ്തിരിക്കുന്നവർ കാര്യമായ പരിക്കില്ല. എങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. സത്യത്തിൽ ഇത്രയേറെ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കണമെന്ന നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യാതൊരു നിയന്ത്രണവുമില്ലാതെ, പ്രത്യേകിച്ച് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ ബസ്സുകളിൽ അമിത നിയന്ത്രണം എന്നത് അവരുടെ അവകാശമായി മാറുകയാണ്. അതിന്റെ അവസാനത്തെ ഇരയും ദുരന്തവുമാണ് ഇപ്പോൾ കുന്നംകുളത്ത് സംഭവിച്ചിരിക്കുന്നത്. ഷിയാസ്, ജെയ്സൺ, ഈ പ്രൈവറ്റ് ബസ്സിൽ ഈ അപകടത്തിന്റെ സമയത്ത് ധാരാളം യാത്രക്കാരുണ്ടായിരുന്നോ? തീർച്ചയായും ബസ്സിലും ആളുകളുണ്ടായിരുന്നു. പക്ഷേ ബസ്സിലെ യാത്രക്കാർക്ക് കാര്യമായ, അത്ര ഗുരുതരമായ പരിക്ക് ഇല്ല. പക്ഷേ താഴെയിലൂടെ യാത്ര ചെയ്തു വരും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു വശത്തോടുകൂടി വളരെ സാവധാനത്തിൽ കടന്നു പോകുന്ന കാറും അതുപോലെ തന്നെ ബൈക്കും വാനും ഓട്ടോറിക്ഷയുമൊക്കെ കടന്നു പോകുന്നു. എതിർവശത്ത് നിന്ന് അമിത വേഗത്തിൽ ബസ് വരുന്നു. ആ ബസ് എതിർവശത്തേക്ക് കയറിയ ശേഷം നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള ഒരു വീടിന്റെ മതിലിടിച്ചാണ് നിൽക്കുന്നത്. ഈ ബസ്സിൽ യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. മൊത്തം 10 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. ആ ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അവർ വിദ്യാർത്ഥിനിയാണ്. കാറിൽ സഞ്ചരിച്ചിരുന്ന റിയ ഫാത്തിമയാണ് മരിച്ചിരിക്കുന്നത്. ജെയ്സൺ, എത്ര തിരക്കുള്ളൊരു റോഡാണ്, എത്ര വാഹനങ്ങളാണ് അതുവഴി കടന്നു പോകുന്നത്. ആ വഴിയാണ് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഈ സ്വകാര്യ ബസ്സുകൾ നടത്തുന്നത്. എത്ര ദൃശ്യങ്ങളും വാർത്തകളും ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. എന്നിട്ടും ഇവർ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ബസ്സിലുള്ള അത്രയധികം ആളുകളുണ്ട്. അവരുടെ ജീവന് ആപത്താണ്. ആ റോഡിലൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യജീവനും ആപത്തുണ്ടാക്കുന്ന തരത്തിലാണ് ഇവർ ഈ അഭ്യാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഷിഹാസ്, പ്രധാനമായും തൃശ്ശൂർ കോഴിക്കോട് റോഡിലൂടെയുള്ള യാത്ര ഒരു മരണപ്പാച്ചിൽ തന്നെയാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ കാര്യമായിട്ടുണ്ടാകാറില്ല. പക്ഷേ താഴെയിലൂടെ, ചെറിയ വാഹനങ്ങളിലൂടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ അവരുടെ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഭയത്തോടുകൂടിയാണ് വാഹനം ഓടിക്കുന്നത് എന്ന ഒരു പച്ച പരമാർത്ഥമാണ്. ചെറിയ വാഹനങ്ങൾ, പ്രത്യേകിച്ച് കാറായാലും മറ്റ് ബൈക്കായാലും ഓട്ടോറിക്ഷയായാലും ഒന്നും കുന്നംകുളം തൃശ്ശൂർ റൂട്ടിലൂടെ സമാധാനത്തോടുകൂടി യാത്ര ചെയ്യാൻ കഴിയില്ല. അത്രയേറെ വേഗത്തിൽ എതിർവശത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ അതേ വശത്തു നിന്ന് വരുന്ന വാഹനം ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ എതിർവശത്ത് നിന്ന് സാഹസികമായി അതിവേഗത്തിൽ ഓടിച്ചു വരിക, ഇതെല്ലാം ഇവരുടെ ഹോബിയാണ്.